പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനോടുള്ള അനുഭാവം വിടുന്നില്ല KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. രണ്ടാം ബലാത്സംഗ പരാതിയിൽ സംശയം പ്രകടിപ്പിച്ച് സണ്ണി ജോസഫ്. മികച്ച രീതിയിൽ തയ്യാറാക്കിയ പരാതിക്ക് പിന്നിൽ ഉള്ളത് നിയമവിദഗ്ധന്റെ ബുദ്ധിയാണ്. ഇതിന്റെ ഉദ്ദേശം അറിയാമെന്നും സണ്ണി ജോസഫ് പറയുന്നു. ഇന്നലെ നടി ആക്രമിച്ച കേസിലെ കോടതി വിധിയിൽ ദിലീപിന് നീതി കിട്ടി എന്നായിരുന്നു UDF കൺവീനർ അടൂർ പ്രകാശിന്റെ ആദ്യ പ്രതികരണം. പിന്നെ യു-ടേൺ എടുക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയേണ്ടി വന്നു. അതിജീവിതകളെ അപമാനിക്കുന്നോ കോൺഗ്രസ് എന്നാണ് ഹോട്ട് ആൻഡ് ടോക്ക് ചോദിക്കുന്നത്. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ബേസിൽ പാറേക്കുടി ചർച്ചയിൽ ചേരുന്നു. ഒപ്പം CPM-ൽ നിന്നും അഡ്വക്കേറ്റ് അനിൽകുമാർ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ബേസിലേക്ക് പോയാൽ, ബേസിൽ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹത്തിനെതിരെ ഒരു ബലാത്സംഗ പരാതി വരുമ്പോൾ അത് എങ്ങനെയാണ് പാർട്ടിയെ കുഴപ്പത്തിലാക്കുന്നത് എന്ന് KPCC പ്രസിഡന്റ് സംശയിക്കുന്നത്? അങ്ങനെ ഒരു സംശയത്തിന്റെ അടിസ്ഥാനം എന്താണ്? നിങ്ങൾക്കൊക്കെ അതേ അഭിപ്രായമാണോ ഉള്ളത്, അതോ ഇത് KPCC അധ്യക്ഷന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണോ? ആദ്യമേ, അതായത് ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് രാഹുലിനെതിരെ ആദ്യമായി ഒരു ആരോപണം വരുന്നത്. ആരോപണമാണ് കേട്ടോ വന്നത്. ആദ്യമായി രാഹുലിനെതിരെ ആരോപണം വരുന്നത് രാഹുൽ അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ഇരിക്കുമ്പോഴാണ്. ആ ആരോപണം വന്ന നിമിഷത്തിൽ തന്നെ പാർട്ടി തീരുമാനമെടുത്തു, രാഹുലിനെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റുന്നു. പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും എന്ത് ചെയ്യുന്നു, രാഹുലിനെ മാറ്റുന്നു. ശേഷം ആ ആരോപണം വന്നതിന് ശേഷം ഈ അതിജീവിത പരാതിയുമായി പോകുന്നു. ആ പരാതി കൊടുത്ത അതിജീവിതയുടെ പരാതി കോടതിയിലേക്ക്, അതായത് കോടതിയിലേക്ക് DGP വഴി കൊടുത്തത് KPC പ്രസിഡന്റാണ്. KPC പ്രസിഡന്റ് ഫോർവേഡ് ചെയ്യുന്ന കംപ്ലയിൻറ്റിന്മേൽ കഴിഞ്ഞ ദിവസം രാഹുലിൻ്റെ ജാമ്യാപേക്ഷ തള്ളുന്നു. ആ തള്ളുന്ന നിമിഷം പാർട്ടിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുന്നു. പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം ഇല്ല. ആ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് ഒരു നിലപാടും KPC പ്രസിഡന്റ് എടുത്തിട്ടുമില്ല. പാർട്ടി അനുഭാവികളും എടുക്കുന്നില്ല. ഇന്ന് രാഹുലിൻ്റെ ഇഷ്യൂ എവിടെ നിൽക്കുന്നത്? ഇന്ന് രാഹുലിൻ്റെ ഇഷ്യൂ കോടതിയുടെ കൺസിഡറേഷനിൽ അല്ലെങ്കിൽ കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ്. ആ കോടതിയിലിരിക്കുന്ന കാര്യത്തിന് ഇനി കോടതി നിയമപരമായി ഇന്ന് രാഹുലിന് ജാമ്യം കിട്ടിയതായി പറഞ്ഞു. ഞങ്ങളൊക്കെ പാലക്കാട് അതും പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ രാഹുലിന് ഇപ്പോൾ ജാമ്യം കിട്ടിയതായി അറിയുന്നപ്പോൾ കോടതിയിൽ ഇനി എന്ത് തന്നെ വന്നാലും, എന്താണോ കോടതിയുടെ തീരുമാനം, ഞങ്ങൾ എപ്പോഴും ഇരയ്ക്കൊപ്പമാണ്. കോടതി എന്ത് തീരുമാനമെടുത്താലും ആ തീരുമാനത്തെ KPCC-യും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ അകത്തുള്ള എല്ലാ പോഷക സംഘടനകളും സ്വാഗതം ചെയ്യുക തന്നെ ചെയ്യും. തീർച്ചയായും നിങ്ങൾ യുവാക്കൾ വളരെ സ്വാഗതാർഹമായ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അതിജീവിതയ്ക്കൊപ്പം എന്ന നിലപാട് ഇപ്പോൾ ബേസിലിന്റെ വാക്കുകളിൽ നിന്ന് അതാണ് മനസ്സിലാകുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുതിർന്ന നേതാക്കന്മാർക്ക്, നിങ്ങളെ നയിക്കുന്നവർക്ക് KPCC അധ്യക്ഷ പദത്തിലിരുന്ന് എങ്ങനെ പറയാൻ കഴിയുന്നു ഒരു അതിജീവിതയുടെ പരാതി അതിനെ സംശയത്തോടെ നോക്കിക്കാണുവാൻ, അതിനെ പാർട്ടിക്കുള്ള കെണിയാണ് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുവാനൊക്കെ എങ്ങനെ തോന്നുന്നു? പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ദിവസത്തെ മറ്റൊരു സംഭവം, അടൂർ പ്രകാശിന്റെ സംഗതി. അടൂർ പ്രകാശിന് യു-ടേൺ എടുക്കേണ്ടി വന്നു. എങ്കിൽ പോലും ആദ്യം പറയുന്നത് എന്താ? ദിലീപിന് നീതി കിട്ടി എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ആ കേസിൽ പ്രതിയാക്കപ്പെട്ട ഒരാൾ കുറ്റവിമുക്തനാക്കപ്പെട്ടതോടെ അദ്ദേഹത്തിന് നീതി കിട്ടി എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നത്? അതിജീവിതയ്ക്ക് നീതി കിട്ടി എന്നാണെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ത്രീ വിരുദ്ധമായ നിലപാടുകൾ ഈ നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ആവർത്തിച്ചുണ്ടാകുന്നത്? ഞാനതിനെ രണ്ട് കാര്യത്തിൽ ഞാൻ ആൻസർ ചെയ്യാം. അത് ആദ്യമേ KPC പ്രസിഡന്റ് സ്ത്രീ വിരുദ്ധ അല്ലെങ്കിൽ കോൺഗ്രസ് സ്ത്രീ വിരുദ്ധ നിലപാടെടുത്തു എന്നാണ് ആങ്കർ പറഞ്ഞത്. അതിന് KPC പ്രസിഡന്റ് സ്ത്രീ വിരുദ്ധ നിലപാടാണ് എടുത്തത് എങ്കിൽ രണ്ട് കാര്യത്തിന് ഞാൻ ഉത്തരമാണ്. KPC പ്രസിഡന്റ് സ്ത്രീ വിരുദ്ധ നിലപാടാണ് എടുത്തതെങ്കിൽ കഴിഞ്ഞ ദിവസം അതായത് രാഹുലിൻ്റെ തള്ളിയ ജാമ്യാപേക്ഷയിൽ അല്ലെങ്കിൽ തള്ളിയ ജാമ്യാപേക്ഷയുടെ ജാമ്യത്തിൻ്റെ ഈ വന്ന ജഡ്ജ്മെൻറ്റിൻ്റെ 18ാമത്തെ പേജിൽ ദ ഡിഫാക്റ്റോ കംപ്ലൈൻറ്റ് the KPC president, അതായത് FIR നമ്പർ 4156/2025, ദ ഡിഫാക്റ്റോ എന്ന് പറയുന്ന ആൾ KPCC-യുടെ അധ്യക്ഷനാണ്. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി വക്കീലാണ് ഈ പറയുന്ന ഡിഫാക്റ്റോ കംപ്ലയിൻറ്റ്. ഇതിലും കൂടുതൽ അതായത് അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, രണ്ടാമത് പറഞ്ഞു, ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന് സംശയമുണ്ടെന്ന് KPC പ്രസിഡന്റ് പറഞ്ഞ ഒരു കാരണം എന്തെന്ന് വെച്ചാൽ, ഈ പറയുന്ന വിഷയം നടക്കുന്ന സമയം, ഈ പറയുന്ന സംഭവം ഉണ്ടാകുന്ന സമയം, ഈ സമയം കഴിഞ്ഞ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഈ മുഹൂർത്തത്തിൽ ഇത്രയും ഫ്രെയിം ചെയ്ത് ചാർട്ട് ചെയ്ത് സംഭവം വന്നപ്പോൾ സ്വാഭാവികമായും ആർക്കും ഉണ്ടാവാവുന്ന സംശയമാണ് കേരളത്തിലെ KPCC-യുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ചോദിച്ചത്. രണ്ടാമത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നമ്മളെല്ലാവരും മറന്നു പോകരുത്. CPM-ൻ്റെ മുൻ MLA, അതായത് ഗുരുവായൂർ CPM-ൻ്റെ മുൻ MLA കുഞ്ഞു മുഹമ്മദിനെതിരെ ഇപ്പോൾ ഒരു ആരോപണം വന്നു.
ആരോപണം വന്നു. 16 ദിവസമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് പരാതി കൊടുത്തതാണ്. ആ അതിജീവിതയ്ക്ക് കൊടുക്കാത്ത പ്രയോറിറ്റി ഈ അതിജീവിതയ്ക്ക് കൊടുത്തു എന്നൊന്നും പറഞ്ഞ് കോൺഗ്രസിൻ്റെ വക്താക്കൾ ആരും എവിടെയും പറയുന്നില്ല. ഞങ്ങളെന്നും സ്ത്രീകൾക്കൊപ്പമാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇരയോടൊപ്പമുള്ള നിലപാട് തന്നെയാണ്. പക്ഷേ ഇരട്ട നീതി ശരിയല്ല. CPM-ന്റെ ഗുരുവായൂർ മുൻ MLA കുഞ്ഞു മുഹമ്മദ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് പരാതി കൊടുത്തിട്ട് 16 ദിവസം ആ പരാതി പൂഴ്ത്തിവെച്ചു. 16 ദിവസം ആ പരാതി പൂഴ്ത്തിവെച്ചു. KPCC പ്രസിഡന്റ് എന്താ ചെയ്തേ? ഞാനിപ്പോൾ കാണിച്ചു തന്നില്ലേ. KPCC പ്രസിഡന്റ് എന്താ ചെയ്തേ? ഈ പറയുന്ന KPCC പ്രസിഡന്റ് കറക്റ്റായി DGPക്ക് പരാതി ഫോർവേഡ് ചെയ്യുകയും ഈ പറയുന്ന ജാമ്യാപേക്ഷ, രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയതിന്റെ 18ാമത്തെ പേജിൽ ഡിഫാക്ടോ കംപ്ലൈന്റ് എന്ന പേരിന്റെ നേരെ എഴുതിയിരിക്കുന്നത് കേരളത്തിലെ KPCCയുടെ അധ്യക്ഷന്റെ പേരാ. ഈ CPM-ന്റെ മുൻ MLA കുഞ്ഞു മുഹമ്മദിനെതിരെ എന്തെങ്കിലും ഒരു നാവ് ഉരിയാടാൻ CPM-ന്റെ ഏതെങ്കിലും ഒരു നേതാവ് തയ്യാറായോ? തികച്ചും പക്വതാപരമായ നിലപാടാണ് കേരളത്തിന്റെ KPCCയുടെ അധ്യക്ഷൻ എടുത്തത്. ആ പക്വതാപരമായ നിലപാടിനൊപ്പമാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. എന്നും ഞങ്ങൾ എല്ലാവരും ഇരയ്ക്കൊപ്പം തന്നെ സ്റ്റാൻഡ് ചെയ്യും. പിന്നെ ഒരു കാര്യത്തോടെ ഞാൻ പറയാം, കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു, അതിനു മുമ്പ് NSUവിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു, അതിനുശേഷം യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറി ആയിട്ട് വന്ന ഒരാളാണ്. ഒരു ആരോപണം വന്നു കഴിയുമ്പോൾ, ആരോപണത്തിന് മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിൽ തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനമാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായിരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, നന്നായി പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരനെ കഴിഞ്ഞ ദിവസമൊക്കെ പറയുന്നത് കേട്ടു, പെട്ടെന്ന് യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് പ്രസിഡന്റ് ആക്കി, പെട്ടെന്ന് നൂലിൽ കെട്ടിയിറക്കി ഒരു നേതാവിൻ്റെയും നോമിനിയായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദത്തിൽ എത്തിയ ഒരാളല്ല രാഹുൽ മാങ്കൂട്ടം. മറിച്ച് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് തുടങ്ങി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയവരാണ് രാഹുൽ മാങ്കൂട്ടം. രാഹുൽ മാങ്കൂട്ടം ഈ കൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോടതി ഇന്ന് ജാമ്യം അനുവദിച്ച് നമ്മൾ കണ്ടു. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഒരു നേതാവും സ്റ്റാൻഡ് എടുത്തിട്ടില്ല. ഞങ്ങൾ ഉൾപ്പെടെ യുവജന സംഘടനയിൽ പ്രവർത്തി ഞങ്ങൾ ഓരോരുത്തരും ഇരയ്ക്കൊപ്പം തന്നെയാണ്. പിന്നെ ഈ ഇരട്ട നീതി ശരിയല്ല. ഈ പറയുന്ന ഗുരുവായൂർ മുൻ MLAക്ക് എതിരെ വന്നപ്പോൾ 16 ദിവസം CM-ന്റെ ഓഫീസ് അത് പൂത്തിവെച്ചു. ഇത് ഡയറക്റ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് ആത്മാഭിമാനത്തോടെ പറയാം, ഞങ്ങളുടെ KPCC പ്രസിഡന്റ് ആ പരാതി DGPക്ക് ഫോർവേഡ് ചെയ്തു. പരാതികൾ വരുമ്പോൾ അത് പൂഴ്ത്തിവെക്കുന്ന ഒരു സ്ഥിതിയുണ്ടോ? ഇല്ല, CM ഓഫീസിൽ ലഭിക്കുന്ന പരാതികൾ നിയമാനുസരണം എങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പൊ ഗുരുവായൂരിൽ മുൻ MLA-യുമായി എന്ത് നിയമാനുസരണ നാണമുണ്ടോ പറയാൻ, ഉളുപ്പുണ്ടോ പറയാൻ, ലജ്ജയുണ്ടോ പറയാൻ? ഇരട്ട നിലപാടെടുക്കരുത്. എന്ത് ഫോർമുല അതിനുള്ള എന്ത് പ്രൊസീജിയറാ? എന്ത് പ്രൊസീജിയറാ? നാണമുണ്ടോ? ഇത് കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് നാണമുണ്ടോ? എന്ത് പ്രൊസീജിയറാ? ഞങ്ങൾ തികച്ചും മാതൃപരമായി ഞങ്ങൾ എന്താ ചെയ്തത്? ഞങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് പുറത്താക്കി. ഇന്ന് പാർട്ടിയിലില്ല. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടും അദ്ദേഹത്തെ ന്യായീകരിച്ച് നടത്തുന്ന പ്രസ്താവന അത് കെണിയാണെന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ തിരിച്ചെത്താം. ആരാണ് ന്യായീകരിച്ചേ? ആര് ന്യായീകരിച്ചു? ആ വർത്താനം പറയുന്നത് ആരെ ന്യായീകരിച്ചേ? ആര് ന്യായീകരിച്ചു? ഞാൻ പറഞ്ഞു ഡിഫാക്ടോ കംപ്ലൈന്റ് ഈസ് ദ KPCC പ്രസിഡന്റ് ഓഫ് കേരള. തിരിച്ചെത്താം. അനിൽകുമാർ പറഞ്ഞോളൂ. അല്ല, ഞാൻ ഇങ്ങനൊരു ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ താല്പര്യമില്ല എനിക്ക്. കാരണം ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു. ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ തീരെ താല്പര്യമില്ല. നമുക്കിതിനല്ലല്ലോ ചർച്ച വരുന്നത്. നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദയുണ്ട്. അത് പാലിക്കാത്തവരോടൊപ്പം എങ്ങനെ ചർച്ച താല്പര്യമുണ്ടോ നിങ്ങളൊന്ന് ചർച്ച ചെയ്യാം. കാര്യത്തിന് ഉത്തരം അദ്ദേഹം പറയട്ടെ. പറഞ്ഞു. ഇനി ഞാൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ഇടപെട്ടാൽ ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെട്ടാൽ ഞാൻ തുടർന്ന് സംസാരിക്കില്ല, ചർച്ച തുടരുകയില്ല. അദ്ദേഹം സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെടുന്നതല്ല. ഈ വ്യവസ്ഥയുണ്ടെങ്കിലേ ചർച്ച മുന്നോട്ടുള്ളൂ. ഒരു നാണം കെട്ടവനെ ന്യായീകരിക്കാൻ ഒരു മടിയില്ലാതെ, ഉളുപ്പില്ലാതെ ഒരാൾ വന്നിരുന്നിപ്പോൾ പറഞ്ഞതെന്താണ്? ആ നാണം കെട്ട MLA-ക്ക് എതിരായ ഒരു ആരോപണം മാത്രമാണ് ഉണ്ടായിരുന്നത്. അയാളുടെ കിലുങ്ങുന്ന ശബ്ദം കേട്ടില്ലേ ഇവരാരും? ഒരു പെൺകുട്ടിയോട് അയാൾ നടത്തിയ സംഭാഷണം നിങ്ങൾ കേട്ടില്ലേ? നിന്നെ കൊല്ലാൻ ഒരു സെക്കൻഡ് മതിയെന്ന് ആ പെൺകുട്ടിയോട് പറയുന്നത് ഈ കോൺഗ്രസ്സുകാരും കേട്ടില്ലേ? ഇവന്മാർക്കൊന്നും നാണമില്ലേ? ഈ നാണമില്ലാത്ത കൂട്ടർക്ക് വേണ്ടി വാദിക്കാൻ വന്നിരിക്കുന്നവർക്ക് അല്പമെങ്കിലും നാണമുണ്ടോ? നാണമുണ്ടോ ഇന്ന് ഈ വർത്താനം പറയുമോ? അല്പം നാണം കൊണ്ട് KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞ കസേരയിരിക്കുന്ന മാന്യൻ ഈ നാണമില്ലാത്ത വർത്താനം പറയുമോ? എന്താ നാണമില്ലാത്തവൻ പറഞ്ഞത്? നാണമില്ലാത്ത KPCC പ്രസിഡന്റ് പറയുകയാണ് പരാതിക്കാരുടെ ആ പരാതി ഡ്രാഫ്റ്റ് ചെയ്താണ്.
KPC പ്രസിഡന്റ് നാണമില്ലാത്തവനൊന്നും വിളിക്കണ്ട. KPC പ്രസിഡന്റ് നാണമില്ലാത്തവനൊന്നും വിളിക്കണ്ട. ഞങ്ങളുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ നാണംകെട്ട സണ്ണി ജോസഫാണ് പറയുന്നത് പരാതിക്കാരിക്ക് നാണംകെട്ട സണ്ണി ജോസഫ്. അതല്ല പറയട്ടെ നാണംകെട്ട ഒരു KPC പ്രസിഡന്റ്, നാണംകെട്ട ഒരു ആളെ ന്യായീകരിക്കാൻ നാണംകെട്ട ഒരു KPC പ്രസിഡന്റ് നാണംകെട്ട രീതിയിൽ തരംതാണ രീതിയിൽ നടത്തിയ വർത്തമാനമാണ്. ഒരു പരാതിക്കാരിക്ക് അതിജീവിതയ്ക്ക് നിയമപരമായ പിൻബലം ഉണ്ടാകാൻ പാടില്ല. ഒരതിജീവിതയ്ക്ക് ഒരു പരാതി ഡ്രാഫ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് നാണംകെട്ട KPC പ്രസിഡന്റ് പറയുന്നത്. ഈ നാണംകെട്ട പ്രസിഡന്റ് തന്നെയാണ് അടൂർ പ്രകാശ് എന്ന് പറയുന്ന ആ നാണംകെട്ട UDF കൺവീനർ എന്നല്ല പറഞ്ഞല്ലോ, ദിലീപിനൊപ്പമാണ്. കേരളത്തിലെ സർക്കാർ കെട്ടിച്ചമയ്ക്കുകയാണ്. അപ്പീലുമായിട്ട് ദിലീപിനെ ദ്രോഹിക്കാൻ നടക്കുകയാണ്. ഇതെല്ലാം നാണം കെട്ടവന്മാരല്ലേ ഈ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്പം പോലും നാണമില്ലാത്തവന്മാർ, ഒരു കോൺഗ്രസ് പാർട്ടിക്കാർ. ആർക്കാ ഇവിടെ നാണമില്ലാത്തത്? നിങ്ങൾ കേട്ടില്ലേ എന്താ നാണം കെട്ടവൻ പറഞ്ഞത്? ആദ്യമായിട്ട് എന്താ പറഞ്ഞത്? എനിക്ക് നിന്നിലൊരു കുട്ടി ഉണ്ടാകണമെന്നോ? പിന്നെന്താ നാണം കെട്ടവൻ പറഞ്ഞത്? അബോർട്ട് ചെയ്യണമെന്നോ? അവരെ ന്യായീകരിക്കാനല്ലേ ഉടുപ്പിട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. ഏത് നാണക്കേട്? നമ്മുടെ ഒരു ചർച്ച പങ്കെടുക്കുമ്പോൾ സംസ്കാര സമ്പന്നമായി ചർച്ച പങ്കെടുക്കാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് പിള്ളേരൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കണം. നമുക്ക് രാഷ്ട്രീയമായി ചർച്ച ചെയ്യാം. ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ സഭ്യമായും സാംസ്കാരികമായും ചർച്ച ചെയ്യാൻ പറ്റും. പക്ഷേ നാണംകെട്ട ഭാഷ ഉപയോഗിച്ചത് ആര് എന്ന കാര്യം നിങ്ങൾ സ്വയം ചിന്തിച്ചാൽ മതി. ഞങ്ങൾ ഇക്കാര്യത്തിൽ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇത്തരമൊരു വിഷയത്തിൻ്റെയും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. രണ്ട്, സമീകരണ വിദ്യക്ക് ഞങ്ങളില്ല. ഞങ്ങൾ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യമോ അപ്പുറത്ത് മറ്റേ കോവള MLA കാര്യമോ അയാൾ ജയിലിൽ കിടന്ന കാര്യമോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും സമീകരണ വിദ്യ ഞങ്ങളുണ്ടാവും. ഞങ്ങൾ സമീകരണ വിദ്യ തുടങ്ങിയാൽ പറവൂരും തന്നെ ഞങ്ങൾക്ക് തുടങ്ങാം. ഞങ്ങളാരും പറയാറില്ലല്ലോ. കാരണം നമ്മളുടെ സംസ്കാര സമ്പന്നമാകണം ജീവിതം, രാഷ്ട്രീയ പ്രവർത്തനം. എന്തായാലും ഇപ്പം എന്താണ് ഈ KPC പ്രസിഡന്റ് ന്യായീകരിക്കാൻ, ആരെ ന്യായീകരിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്? എന്തെങ്കിലും ന്യായമുള്ള കാര്യമാണോ? കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുക മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇരയ്ക്കൊപ്പം നിൽക്കുകയാണ്. എന്ത് വേണം? നല്ലൊരു പരാതിയാണ്. അതെങ്ങനെ പാർട്ടി കെണിയിലാവും? എനിക്ക് തീരെ മനസ്സിലായില്ല. അതായത് പരാതി കിട്ടി അപ്പം തന്നെ പോലീസിൽ അയച്ചു കൊടുത്തു. അത് ഞങ്ങളുടെ സ്ത്രീപക്ഷ നിലപാടിൻ്റെ ആഘോഷമാണ് എന്ന് പറയുന്ന KPC പ്രസിഡന്റ് 2 ദിവസക്കാലം കഴിഞ്ഞ് പറയുകയാണ് ഞങ്ങളുടെ പാർട്ടിയിലെ കെണിയിലാക്കി. അതുപോലെ തന്നെയാണ് നമ്മൾ അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പറയുന്നതൊക്കെ ഉണ്ടെങ്കിലും ദിലീപിന് നീതി കിട്ടിയതിൽ സന്തോഷമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് പാർട്ടി ആരുടെ കൂടിയാണ്? ഇത്രയും ആളുകൾക്ക് വേണ്ടി ന്യായീകരിക്കാൻ ഞങ്ങളാരെങ്കിലും വന്നോ? ഞങ്ങൾക്ക് നാണമുണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾ ഏതെങ്കിലും അതിജീവിതമാരെ മൊഴി പിടിപ്പിക്കാൻ നടന്നിട്ടുണ്ടോ? ഞാൻ കോൺഗ്രസ്സുകാരോട് ചോദിക്കുക, നിങ്ങളുടെ ഒരു തമ്പാനൂർ രവി എന്ന് പറഞ്ഞ വന്ധ്യവയോധികനായൊരു നേതാവുണ്ടായിരുന്നു. എത്ര 82 വയസ്സുള്ള പുള്ളി ഏത് പണിക്കാണ് പറഞ്ഞു വിടുന്നത്? ഒരു അതിജീവിതയെ മൊഴി പഠിപ്പിക്കാൻ. പിന്നെ ഒരു MP ഉണ്ടല്ലോ, ബെന്നി ബെഹനാൻ MP. അദ്ദേഹത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ മൊഴി കൊടുപ്പിച്ചത്? സോളാർ കമ്മീഷനിൽ എന്ത് മൊഴി കൊടുക്കണം? ഞങ്ങളുടെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ മുഖ്യമന്ത്രിക്ക് കിട്ടൊരു പരാതി താമസിച്ചു പോയോ? ഞാൻ പറഞ്ഞു താമസിച്ചിട്ടില്ല. കാരണം എന്താണ്? ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ, തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി യാത്രയിലാകുമ്പോൾ അത് ലഭ്യമായ സമയത്ത് പരിശോധിച്ചിട്ട് വേണ്ട നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ കൃത്യമായ നിലപാട് സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ആരെയും തെറ്റായി സംരക്ഷിക്കുന്ന നിലയില്ല ഒരാളെ സംബന്ധിച്ചും. അത് ഞങ്ങളുടെ ഭാഗത്തൊരു MLA ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആരോപണം 20 കൊല്ലം പഴക്കമുള്ളതാണ്, സിനിമാ രംഗത്തുള്ളപ്പോഴാണ്, MLA ആയപ്പോഴല്ല എന്നൊക്കെ ഞങ്ങൾ ന്യായീകരിച്ചോ? അതിന് കുറ്റപത്രം എഴുതി കൊടുത്തിരിക്കുകയാണല്ലോ. കോടതി കുറ്റപത്രം കിടക്കല്ലേ? അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുത്തത് കോടതിയല്ലേ? നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു MLA, അദ്ദേഹത്തെക്കുറിച്ച് ആരാ പറഞ്ഞത്? ഞാനിത് പറയട്ടെ ലക്ഷ്മി, ഇപ്പം തന്നെ അവസാനിപ്പിക്കാം. ഒന്ന്, റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന വ്യക്തിയോട് എന്താണ് നിലപാട് കോൺഗ്രസിൻ്റെത്? VD സതീശനെ അവർ പിതൃസഹജമായി കാണുന്ന ഒരാൾ. അവർ പറഞ്ഞത് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാര്യമാരും പെൺമക്കൾക്കും നിരവധി പേർക്ക് ഇത്ര അനുഭവം ഉണ്ടായിരുന്നാണ്. അപ്പോൾ അത്തരമൊരാളെക്കുറിച്ചാണ് KPC പ്രസിഡന്റ് പറയുന്നത് കേട്ടോ, പാർട്ടിയെ കെണിയിലാക്കിയത് വനിതകളാണെന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നിങ്ങളുടെ KSUവിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായിരുന്ന ഷഹനാസ്
അവരെന്താ പറഞ്ഞത്? യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആക്കും മുമ്പ് ഷാഫി പറമ്പിലിനോട് പറഞ്ഞു ഇയാളെ ആക്കരുത്. എന്നോട് കർഷക സമരവുമായി ബന്ധപ്പെട്ട് തെറ്റായ നില പെരുമാറി, വേറെ പല പെൺകുട്ടികൾക്ക് അനുഭവം ഉണ്ടെന്ന്. യൂത്ത് കോൺഗ്രസിൽ വനിതകൾക്ക് പ്രവർത്തിക്കാൻ കിട്ടാത്ത സാഹചര്യം ഇയാൾ പ്രസിഡന്റായാൽ വരും എന്ന് പറഞ്ഞാൽ അത്തരമൊരു വ്യക്തിയെ പിന്നീട് എന്ത് സംഭവിച്ചു? പാലക്കാട് MLA ആക്കി. ഞങ്ങൾക്കിതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം എന്താണ്? ഇയാൾ എന്താ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഞങ്ങൾ ജനങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു കാര്യം കൂടെ ഓർത്തു. പാലക്കാടാണല്ലോ നീലപ്പെട്ടി കൊണ്ടുവന്നത്. നീലപ്പെട്ടി കൊണ്ടുകിടന്ന ഫെനിയാണല്ലോ ഇപ്പം മറ്റേ കേസിലെ പ്രതിയായിട്ടുള്ളത്, മറ്റേ കുട്ടിയെ കൊണ്ടുപോയത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ക്രിമിനൽ സംഘമാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അവർ ഇത്തരം കാര്യങ്ങൾ തെറ്റു ചെയ്തപ്പോൾ കോൺഗ്രസ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറി അവരെ ഞങ്ങൾ പുറത്താക്കിയ നിലപാട് സ്വീകരിക്കേണ്ടതിന് പകരം കോൺഗ്രസ്സിന് അല്ലെ KPC പ്രസിഡന്റിന് ഇത് പറയാൻ നിർബന്ധിതമായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും വെട്ടിക്കിളിക്കൂട്ടങ്ങളെ പേടിച്ചിട്ടാണ്. അവരപഹരിച്ചിരിക്കുന്നു കോൺഗ്രസിൻ്റെത്. KPCC പ്രസിഡന്റിനെ ഷാഫി പറമ്പിൽ കീഴ്പ്പെടുത്തിയുടെ തെളിവാണ് ഈ പ്രസ്താവന, ഈ പ്രതികരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി അനിൽകുമാർ. ബേസിൽ, ഇതിനകത്ത് നിങ്ങളും പറഞ്ഞു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ പരാതി വന്നതിനെ സംശയത്തോടെ കാണണമെന്ന്. നമുക്ക് ഈ കേസിൻ്റെ ഒരു പശ്ചാത്തലം, ഈ പരിസരം ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇപ്പറഞ്ഞ ഈ ബാംഗ്ലൂരിൽ സ്ഥിരതാമസക്കാരിയായ, കുടുംബത്തോടൊപ്പം ബാംഗ്ലൂരിൽ സ്ഥിരതാമസക്കാരിയായ പെൺകുട്ടിയുടെ പരാതി, ആ പരാതി പെട്ടെന്ന് പൊട്ടിമുളച്ച് വന്നതല്ല. ആദ്യത്തെ അതിജീവിതയുടെ ഓഡിയോകൾ തെളിവുകളായി മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പെൺകുട്ടിയുടെ ഓഡിയോയും പുറത്തുവിട്ടിരുന്നു. എന്നെ ഈ രീതിയിൽ അപമാനിച്ചു, എന്നെ ഈ രീതിയിൽ നമുക്കൊന്ന് സ്വകാര്യമായി പോയിരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞൊരു റൂമിലേക്ക് കൊണ്ടുപോയി അത്യന്തം ക്രൂരമായ ബലാത്സംഗത്തിനിരയാക്കിയെന്ന് അന്ന് തന്നെ ആ പെൺകുട്ടി മാധ്യമങ്ങളോട് പറയുകയും ഞങ്ങളടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും അത് സംപ്രേഷണം ചെയ്തതാണ്. അതൊരു പരാതിയുടെ രൂപത്തിലെത്തുവാൻ ഇത്രയും കാലതാമസമെടുത്തു എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷേ അതിനിടയിൽ സംഭവിച്ച കാര്യം എന്താ? ഒന്നാമത്തെ അതിജീവിത പരാതിയുമായി പോകുന്നു. അവർ അതിക്രൂരമായാണ് സൈബർ ഇടത്തിൽ ആക്രമിക്കപ്പെടുന്നത്. എന്തിനേറെ പറയുന്നു, ഈ VD സതീശൻ തന്നെ സൈബർ ഇടത്തിൽ ആക്രമിക്കപ്പെടുകയാണ്. ഇത്രയും ആക്രമണങ്ങൾക്കിടയിൽ നിന്ന്, ഈ വെട്ടുകളി കൂട്ടങ്ങൾക്കിടയിൽ നിന്നാണ് ആ പെൺകുട്ടി ധൈര്യത്തോടെ വന്ന് ഇവിടുത്തെ ഏറ്റവും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് മൊഴി കൊടുത്തത്. അപ്പോൾ എങ്ങനെയാണ് ആ പരാതി രാഷ്ട്രീയ പ്രേരിതമാകുന്നത്? അതെങ്ങനെ പറയാൻ കഴിയും? ശരിക്കും പറഞ്ഞാൽ അതിജീവിതയെ സല്യൂട്ട് ചെയ്യുകയല്ലേ നിങ്ങളൊക്കെ ചെയ്യേണ്ടത്? ആദ്യമേ ഒരു കാര്യം പറയാം. അതായത് ഈ പറയുന്ന അതിജീവിതയെ സല്യൂട്ട് ചെയ്യുക തന്നെ ഞങ്ങൾ ചെയ്യും. ആദ്യത്തെ കാര്യം അത് പറയാം. രണ്ടാമത് ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. CMൻ്റെ ഓഫീസിൽ കൊടുത്ത പരാതി 16 ദിവസം പൂഴ്ത്തിവെച്ചതുമായി ചോദിച്ചു. അതിന് ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. കിട്ടുമെന്ന് വിചാരിക്കുന്നു. CMൻ്റെ ഓഫീസിൽ ഗുരുവായൂർ മുൻ MLA കുഞ്ഞു മുഹമ്മദിനെതിരെ കൊടുത്ത പരാതി 16 ദിവസം പൂഴ്ത്തിവെച്ചു. അതിന് ഉത്തരം കിട്ടിയില്ല. ഒരു സെക്കൻഡ് ബേസിൽ, അങ്ങനെ ഒരു പരാതി പൂഴ്ത്തി വെച്ചിട്ടുണ്ടോ അനിൽകുമാർ? CMന്റെ ഓഫീസിൽ ഒരു അതിജീവിതയുടെ പരാതി പൂഴ്ത്തി വെച്ചിട്ടുണ്ടോ? മുൻ MLAക്ക് എതിരെ കൊടുത്ത പരാതി നിങ്ങൾക്കൊക്കെ അതിനെക്കുറിച്ച് അറിവുണ്ടോ അനിൽകുമാർ? ശ്രീ അനിൽകുമാർ കേൾക്കാം. ഞാൻ മനസ്സിലാക്കിയത്, അതെ, ഞാൻ മനസ്സിലാക്കിയത് CM ഓഫീസിലേക്ക് ഒരു പരാതി മെയിൽ ചെയ്തു എന്നാണ്. പരാതി കൊണ്ട് കൊടുക്കുകയല്ല. നിങ്ങൾ CM ഓഫീസിലേക്ക് പരാതി കൊണ്ട് കൊടുക്കുന്നു, മെയിൽ ചെയ്യുന്നത് രണ്ടാണ്. മെയിൽ ചെയ്ത് കിട്ടിക്കഴിയുമ്പോൾ അത് ഫോർവേഡ് ചെയ്ത് പരിശോധിച്ചിട്ടുണ്ടാവും, സെക്ഷനുകളിലേക്ക് പോകും. സ്വാഭാവികമായി അത്തരം പരിശോധനയുടെ ഭാഗമായി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ നടപടിയെടുത്തിട്ടുണ്ട്. അതല്ല രേഖാമൂലം അവിടെ നടപടിയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വിവരം. ബേസിൽ, എന്റെ ചോദ്യത്തിലേക്ക് വന്നാൽ, ഈ സത്യം പറഞ്ഞാൽ വലിയ സൈബർ ആക്രമണങ്ങളെ കേൾക്കാമോ? ഈ വലിയ സൈബർ ആക്രമണങ്ങളെയൊക്കെ അതിജീവിച്ച് നേരത്തെ തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ച ഈ അതിജീവിതയെ എന്തിനാണ് അപമാനിക്കുന്നത്? അപമാനമല്ലേ ഇത് രാഷ്ട്രീയ പ്രേരിതം എന്ന് ഒരു പെൺകുട്ടി അനുഭവിച്ച ക്രൂര പീഡനങ്ങൾ അവർ പരാതിയുമായി വരുമ്പോൾ അതെങ്ങനെയാണ് രാഷ്ട്രീയ പ്രേരിതമാകുന്നത്? അല്ല, ഇപ്പോഴും ഞാൻ പറഞ്ഞ 16 ദിവസത്തെ കണക്ക് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. CMന് മെയിൽ വന്നു, മെയിൽ ഫോർവേഡ് ചെയ്യാൻ 16 ദിവസം എടുത്തു. ഇത്രയും സീരിയസ് ആയ ഒരു മാറ്റർ, മുൻ MLAക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ അത് ഫോർവേഡ് ചെയ്യാൻ 16 ദിവസം, അത് ഫോർവേഡ് ചെയ്യാൻ 16 days. ബേസിൽ, അതിനകത്ത് കാലതാമസം വന്നിട്ടുണ്ട്. ആ കാലതാമസം വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്.
അതിജീവിതയെ അപമാനിക്കുന്ന നടപടിയിലേക്ക് നീങ്ങിയതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒരു സ്ത്രീ ഒരു പരാതി അതിജീവിതയെ അപമാനിക്കുന്ന നടപടിയിലേക്ക് ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ നീങ്ങിയതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്തിന് 16 ദിവസം ഇത് പൂഴ്ത്തിവെച്ചു? KPC പ്രസിഡന്റ് ഒരിക്കലും KPC പ്രസിഡന്റ് ഞാൻ പറയാം, ഞാനത് കാണിച്ചു തന്നല്ലോ, കൃത്യമായി ജഡ്ജ്മെന്റ് കാണിച്ചു തന്നില്ലേ? പിന്നെ അതിലേക്ക് നിങ്ങൾ പോകണം. ഞാൻ കൃത്യമായി ജഡ്ജ്മെന്റ് കാണിച്ചു തന്നെ. ഈ KPC പ്രസിഡന്റ് ഫോർവേഡ് ചെയ്ത പോലെ മുകേഷിന്റെ കേസ് ഉണ്ടായി 2024 മുകേഷിനെതിരെ ആരോപണം തുടർച്ചയായി അദ്ദേഹം ആദ്യം മുതൽ എന്താ പറയുന്നത്, അതിജീവിതയുടെ പേരില്ല, തീയതിയില്ല, സ്ഥലമില്ല. എങ്ങനെയാണ് ഒരു അതിജീവിത അവരുടെ പേര് വെച്ച് ഒരു പാർട്ടി ഓഫീസിലേക്ക് പരാതി അയക്കുന്നത്? പിന്നെ അവർ എന്തോ തരം ആക്രമണമായിരിക്കും നേരിടേണ്ടി വരിക? അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ആദ്യമുണ്ടായ പരാമർശം അതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ പറയുന്നു പാർട്ടിക്ക് വെച്ച കെണിയാണിത് എന്ന്. പിന്നെ പറയുന്നു സംശയത്തോടെ കാണുന്നു, അത് വെൽ ഡ്രാഫ്റ്റഡ് പരാതിയാണ്, അത് നല്ല ഇംഗ്ലീഷാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അത് രാഷ്ട്രീയ ഉദ്ദേശത്തോടെ ഉള്ളതാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുമത്? ഇനി ഞാൻ പറഞ്ഞോട്ടെ? ഹലോ, പറഞ്ഞോളൂ. ഞാൻ പറയുമ്പോൾ ഇടയ്ക്ക് കയറില്ല, ഞാനങ്ങ് പറഞ്ഞോളൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം KPC പ്രസിഡന്റ് കൃത്യമായ നിലപാട് KPC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. രണ്ട്, ഞാൻ കൃത്യമായി ആ ജഡ്ജ്മെന്റിന് കഴിഞ്ഞ ദിവസം ഉണ്ടായ ജാമ്യാപേക്ഷ തള്ളിയതിന്റെ 18ാമത്തെ പേജ് ഞാൻ കാണിച്ചു. ഡിഫാക്ടോ കംപ്ലൈന്റ് KPC പ്രസിഡന്റാണ്. അത് നിങ്ങൾ പറയാതെ പോകരുത്. പല മാധ്യമങ്ങളും അത് ചർച്ച ചെയ്യാതെ പോവാ. നിങ്ങൾ അത് ചർച്ച ചെയ്യാതെ പോകാൻ പാടില്ല. രണ്ട്, മുൻ MLA യുടെ കാര്യം ഞാൻ പറഞ്ഞു, അതുകൂടെ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. 16 ദിവസം കാലതാമസം വന്നു. ആങ്കർ ഉൾപ്പെടെ സമ്മതിക്കുക. CM-ന് മെയിൽ വന്ന 16 ദിവസം സമ്മതിച്ചു. 2024 സമാനമായ ഒരു ആരോപണം മുകേഷ് എന്ന് പറയുന്ന CPM-ന്റെ MLA-ക്കെതിരെ വരുന്നു. അതിനുശേഷം CPM-ന്റെ MLA 2025 കേരളത്തില് നമ്മളെല്ലാവരും കണ്ടതാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പില് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചു. ഇന്ന് KPC പ്രസിഡന്റ് അവിടെ നിന്ന് കുറ്റം പറഞ്ഞല്ലോ, പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചു മുകേഷ്. എന്ത് നീതി, അല്ലെങ്കിൽ ഞങ്ങൾ ഇരയ്ക്കൊപ്പമാണെന്ന് KPC പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞു. പിന്നെ ഒരു കാര്യം പറയാം, KPC പ്രസിഡന്റ് ഇന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ വെൽ ഡ്രാഫ്റ്റഡ് പരാതി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇന്ന് ആങ്കർ ഉൾപ്പെടെ പറഞ്ഞല്ലോ, അതായത് KPC പ്രസിഡന്റ് പറഞ്ഞത് ശരിയില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. ഞാൻ പറയുന്നത് ഇത്രയും നാളില്ലാതെ, ഇപ്പോൾ ആങ്കർ പറഞ്ഞതിനോട് ഞാൻ ചേർത്ത് പറയാം, ഇത്രയും നാളില്ലാതെ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഈ സമയത്ത് ഈ ഒരു പീക്ക് പോയിന്റിൽ ഈ സംഭവം ഇത്രയും കാര്യമായി വരുന്നു. ഇത് ഞങ്ങൾ ഇരയ്ക്കൊപ്പം തന്നെ നിന്നുകൊണ്ടുള്ള കാര്യം ഞാൻ പറയുന്നത്. ഈ സമയത്ത് ഈ ഇലക്ഷൻ സ്ട്രാറ്റജിയിൽ ഈ സമയത്ത് UDF-നെ അതായത് താഴ്ത്തിക്കെട്ടുവാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഈ സംഭവം വന്നു എന്നാണ് KPC പ്രസിഡന്റ് പറഞ്ഞത്. അല്ലാതെ KPCC പ്രസിഡന്റ് ഇരയ്ക്കൊപ്പമല്ല എന്നോ രാഹുൽ മാങ്കൂട്ടത്തിന് ഒപ്പമാണെന്നോ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഒരു മൃദു സമീപനം പോലും ഒരു ഭാരവാഹികളും എടുത്തിട്ടില്ല. നിങ്ങളും നോക്ക്, രാഹുൽ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കമ്മിറ്റി ആരെങ്കിലും ഒരു രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോ? ഞങ്ങൾ എവിടെയെങ്കിലും ഇരയ്ക്കൊപ്പമല്ല എന്ന് പറഞ്ഞ് സംസാരിച്ചോ? ഞങ്ങളെല്ലാവരും ഇരയ്ക്കൊപ്പമാണ്. 100% ഞങ്ങളെല്ലാവരും ഇരയ്ക്കൊപ്പം തന്നെയാണ്. രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ മാറ്റർ ഇപ്പോൾ ഇരിക്കുന്ന എവിടെയാ? കോടതിയുടെ കൺസിഡറേഷനില്ല. രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ രാഹുൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് രണ്ട് നിലപാടില്ല. ഞങ്ങൾ രാഹുൽ തെറ്റ് ചെയ്തിട്ടുള്ള ശിക്ഷിക്കപ്പെടണം. രാഹുലിനെ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഹുലിനെ ഞങ്ങൾ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മുകേഷിനെ മത്സരിപ്പിക്കാൻ പാർട്ടി ചിഹ്നം കൊടുത്തതുപോലെ രാഹുലിനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ ആരോപണ വിധേയനെ നിൽക്കുമ്പോൾ തന്നെ രാഹുലിനെ ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചില്ലല്ലോ. ഈ പറയുന്ന മുകേഷ് കഴിഞ്ഞ കൊല്ലത്ത് മത്സരിച്ച് അസലായിട്ട് തോറ്റതെന്തി നിങ്ങൾ മറന്നുപോയോ? പിന്നെ തീവ്രത അളക്കുന്ന മെഷീൻ ഉണ്ട്, പാർട്ടിയിൽ തീവ്രത അളക്കുന്ന മെഷീൻ ഉണ്ട്. രാഹുലിന്റെ തീവ്രത കൂടിപ്പോയി, മുകേഷിന്റെ തീവ്രത കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ CPM-ന്റെ ആളുണ്ട്. ആ കോട്ടയത്ത് വനിതാ കമ്മീഷന്റെ വനിതാ വിങ്ങിന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ ഇരയ്ക്കൊപ്പം തന്നെയാണ്. ഈ പാർട്ടിയുടെ നിലപാട് ഇരയ്ക്കൊപ്പം തന്നെയാണ്. അന്വേഷിച്ചെങ്കിൽ ഇങ്ങനെ പറയേണ്ടി വരില്ല. ജസ്റ്റ് ഒരു ഫോൺ കോളിന്റെ കാര്യമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമ്പർ കാണുക, അവരെന്താണ് അനുഭവിച്ചതെന്ന് അവർ പറഞ്ഞു തരും. ശ്രീ അനിൽകുമാർ, ഇവിടെ നിരന്തരം ഈ തരത്തിൽ വേട്ടക്കാരായ മനുഷ്യരെ മുന്നണിയിലേക്ക് തെരഞ്ഞെടുപ്പിൽ തന്നെ നിർത്തുന്നു, മുകേഷിനെ പോലുള്ളവരെ വീണ്ടും പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിനൊരു എതിർവാദമായി ഏതായാലും കോൺഗ്രസ് നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷമാണ് മുകേഷുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ വന്ന കേസിലെ വിവാദങ്ങൾ ഉണ്ടായത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. മാത്രമല്ല, മുകേഷിന് എതിരായി പരാതി കൊടുത്തയാളിപ്പോൾ ജയിലിൽ കിടക്കുകയാണ് ചെന്നൈയിൽ.
അതിൻ്റെ കാരണവും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത് കുറ്റപത്രം കോടതിയിലുള്ള കാര്യമാണ്. അപ്പം മുകേഷിനെതിരായി അത്തരമൊരു പരാതി ഉയർന്നതിന് ശേഷം പാർട്ടി ചിഹ്നം കൊടുക്കുകയോ മത്സരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ തൽക്കാലം രാഹുലിനെ ന്യായീകരിക്കാൻ വേണ്ടി അങ്ങനെ കൗണ്ടർ പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അത് പച്ച നുണയാണ്. 2, ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉയർന്നു വരുന്നത് പരാതിക്കാർ തെരഞ്ഞെടുപ്പാണ് പറയരുത്, തെരഞ്ഞെടുപ്പല്ലേ പറയാം. അത് ന്യായം എനിക്ക് മനസ്സിലായില്ല. റിനി ആൻ ജോർജ് പറഞ്ഞത് ഏത് തെരഞ്ഞെടുപ്പ് വെച്ചിട്ടാണ്? നമ്മളെല്ലാം കേട്ട ഒരു ശബ്ദമുണ്ടല്ലോ, കേരളത്തിലെ സ്ത്രീ സമൂഹം ഉയർന്നു വന്ന് പറഞ്ഞൊരു ശബ്ദം, ഞാൻ ആ പെൺകുട്ടിയെ കണ്ടു. ആ ശബ്ദത്തെ ഞാൻ എപ്പോഴും ആദരിക്കുന്നുണ്ട് കേട്ടോ. ആ ശബ്ദം കേട്ടപ്പോഴെങ്കിലും കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവുണ്ടായിരുന്നോ അതൊരു സത്യമുണ്ട് എന്ന്? ഇനി ഏത് കോടതിയെ വിധിക്കേണ്ടത് വരെ ബോധ്യപ്പെടുത്താൻ? നമ്മുടെ കൺമുമ്പിൽ ഞാൻ ആ പെൺകുട്ടിയെ കണ്ടു എന്ന സാക്ഷ്യം ബഹുമാനപ്പെട്ട ലക്ഷ്മി പറയുമ്പോൾ ആ സാക്ഷ്യത്തിലൂടെ എന്താണ് നടന്നത് എന്നൊരു തിരിച്ചറിവുണ്ടാകുന്ന ഒരു സമൂഹത്തിൽ നിന്ന് നമുക്കറിയാമല്ലോ. പിന്നെ അതുകൊണ്ട് പിന്നൊരു കോടതി വിധി കാത്തിരിക്കണോ? കോടതി വിധിയൊക്കെ വ്യക്തിപരമാണ്, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. ഇവർ ചില തീവ്രതയുടെ കഥയൊക്കെ പറയണു. നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയെ ആക്രമിക്കാൻ അപമാനിക്കാൻ പറയുന്ന കെട്ടുകഥയാണത്. ആ കെട്ടുകഥയ്ക്ക് മറുപടി പറയാം. ഒന്നാമത്തെ കാര്യം, ഞാനിന്ന് എൻ്റെ ശബ്ദമാണ്, എൻ്റെ സമയമാണ്, ഞാൻ പറയാം കേട്ടോ. അങ്ങയുടെ സമയത്തിൽ അങ്ങ് ഇടപെടുക. കോടതി വിധി ഓരോ വ്യക്തിയെ സംബന്ധിച്ച് വ്യക്തിയെ ബാധിക്കുന്നതാണ്. ജയിലിൽ പോയി കിടക്കാൻ ഉത്തരവിട്ടാൽ ജയിലിൽ പോയി കിടക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണ്, അല്ലെ സോണിയാഗാന്ധിയാണ്. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് കേസ് അല്ലെങ്കിൽ മറ്റേ നാഷണൽ ഹെറാൾഡ് കേസിനകത്ത് രാഹുൽ ഗാന്ധിയെ ശിക്ഷിച്ചാൽ രാഹുൽ ഗാന്ധി എവിടെ പോയി കിടക്കണം? രാഹുൽ ഗാന്ധി തന്നെ പോയി കിടക്കണം, പ്രിയങ്ക ഗാന്ധി തന്നെ പോയി കിടക്കണം. ഇല്ല പിന്നെ ഇലക്ട്രൽ ബോണ്ട് വല്ലതും കൊടുത്ത് റോബർട്ട് വദ്ര രക്ഷപ്പെട്ട പോലെ വേറെ വല്ല പണിയും നോക്കണം. അല്ലാണ്ട് നമ്മൾ ഒരു പാർട്ടി നിലയ്ക്ക് ശിക്ഷിക്കപ്പെടുകയല്ലോ. ശിക്ഷിക്കപ്പെടുന്നത് നിങ്ങളുടെ നേതാക്കന്മാർ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് വ്യക്തിപരം എന്ന് പറയുന്നത്. പ്രസ്ഥാനത്തിൻ്റെ ബോധ്യമാണ് പ്രധാനം. ആ ബോധ്യത്തെക്കുറിച്ചാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നത്. CPIM ഇപ്പോൾ ഇന്ന് VD സതീശനും പറഞ്ഞ പോലെ എന്തോ തീവ്രത ഇളക്കുന്നു. നിങ്ങൾ ഞങ്ങളെ കളിയാക്കാൻ കുറേ കാലമായിട്ട് ഈ വലതുപക്ഷക്കാർ ഈ കുതന്ത്രമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാൻ അറപ്പും വെറുപ്പും ഉള്ളവരാണ്. കാരണം എന്താണ്? ഞങ്ങളുടെ പാർട്ടിയുടെ മുമ്പിൽ പരാതികൾ ഉയർന്നു വന്നാൽ ഞങ്ങളുടെ പാർട്ടി ഭരണഘടന അനുസരിച്ച് ഞങ്ങൾ പരിശോധിക്കും. പരിശോധിച്ചാൽ പാർട്ടി ഭരണഘടനയുടെ 19ാം വകുപ്പിലാണ് ശിക്ഷാ നടപടികൾ. അതിൽ ഉയർന്നു വന്ന കുറ്റത്തിന്റെ ഗൗരവം എന്താണോ അതിലാണ് ശിക്ഷ. അത് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കോൺഗ്രസിന് ഭരണഘടന ഇല്ലാത്തതുകൊണ്ടും നിങ്ങൾക്ക് നടപടി ഇല്ലാത്തതുകൊണ്ടും ഞങ്ങൾ നിലപാട് ഈ ഒരു കേസുമായും സമീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള അത്യന്തം ഗൗരവതരമായ പരാതികൾ, അത് അത്യന്തം ക്രൂരമായ ബലാത്സംഗങ്ങളടക്കം ഉൾപ്പെട്ട ഒരു പരാതികളാണ്. ഏതായാലും ഈ 2 പരാതികളിലും മൊഴികളിലും നിന്നും നമുക്ക് അത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെയധികം നന്ദി ശ്രീ ബേസിൽ പാറേക്കുടി, ഒപ്പം അഡ്വക്കേറ്റ് അനിൽകുമാർ ചർച്ചയിൽ പങ്കെടുത്തതിന്.